രാഹുൽ മാങ്കൂട്ടത്തിന് നീല ട്രോളി ബാഗിൽ പുസ്തകങ്ങൾ നൽകി നിയമസഭാ സെക്രട്ടേറിയറ്റ്. നിയമസഭാ നടപടിക്രമങ്ങൾ, ഭരണഘടന എന്നിവ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളാണ് ബാഗിൽ നൽകിയത്. പുതിയ MLA-മാർക്ക് സാധാരണ നൽകാറുള്ള രേഖകൾ ആണെന്നും സമീപകാല സംഭവങ്ങളുമായി ഒരു ബന്ധവും ഇല്ല എന്നുമാണ് സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം. എല്ലാ MLA-മാർക്കും ഇത്തരത്തിൽ നൽകാറുണ്ട് എന്നും വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, നീല ട്രോളി ബാഗ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട്. അതിനിടെയാണ് ഈ നീല ബാഗിൽ നൽകിയത്. MLA ആയി ചുമതലയേറ്റ രണ്ടുപേർക്കും ഇത്തരത്തിൽ ബാഗിൽ പുസ്തകങ്ങൾ നൽകിയോ? അത്തരം വിവരങ്ങൾ അറിയാമോ? അഭിലാഷ്, എല്ലാ MLA-മാർക്കും നിയമസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് പുസ്തകങ്ങൾ, അതായത് നിയമസഭയുടെ നടപടിക്രമങ്ങൾ, റൂൾസ് ഓഫ് പ്രൊസീജിയർ, അതുപോലെ തന്നെ ഭരണഘടന, നിയമസഭയിലെ മുൻ കീഴ്വഴക്കങ്ങളൊക്കെ വ്യക്തമാക്കുന്ന പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരം നൽകാറുണ്ട്. അതായത് സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അത് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇതിനുവേണ്ടിയാണ് ഈ സാമാജികർക്ക് നൽകുന്ന പരിശീലനത്തിന് പുറമെ പുസ്തകങ്ങൾ കൂടി നൽകുന്നത്. അത് എല്ലാ MLA-മാർക്കും നൽകാറുണ്ട്. ഇന്ന് ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് UR പ്രദീപും MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം രണ്ട് MLA-മാർക്കും നൽകി. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ പുസ്തകം നൽകിയ ബാഗ് നീല നിറമുള്ള ട്രോളി ബാഗായിരുന്നു. അതാണ് ഈ വാർത്തയൊക്കെ അടിസ്ഥാനം. സ്പീക്കറുടെ ഓഫീസ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു മനഃപൂർവ്വമുള്ള ഒരു നടപടിയായിട്ടല്ല. എല്ലാ MLA-മാർക്കും സെക്രട്ടറി നൽകുന്നത് പോലെ നൽകിയപ്പോൾ ഈ നിറത്തിലുള്ള ബാഗായിപ്പോയി എന്ന് മാത്രമാണ് സ്പീക്കറുടെ ഓഫീസ് പറഞ്ഞത്. മനഃപൂർവ്വമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ അടുത്ത നടന്ന ട്രോളി ബാഗ് വിവാദവുമായി ഒരു ബന്ധവും അതിനില്ല. തികച്ചും യാദൃച്ഛികമായ ഒരു സംഭവമായാണ് സ്പീക്കറുടെ ഓഫീസ് ഇതിനെ വിശദീകരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് നേരിട്ടല്ല ഈ ബാഗ് നിയമസഭാ സെക്രട്ടറി ഉദ്യോഗസ്ഥർ നൽകിയത്. അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മടങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന് ഫ്ളാറ്റിൽ, നിയമസഭയിലെ ഫ്ളാറ്റിൽ നൽകുകയായിരുന്നു. സാധാരണഗതി അങ്ങനെയാണ് ഈ നിയമസഭാ സെക്രട്ടറിന്റെ ഈ പുസ്തകങ്ങളടങ്ങിയ സമ്മാനം നൽകുന്നത്. അങ്ങനെ എത്തിച്ചു നൽകി. അത് നീല ട്രോളി ബാഗായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് നീല ട്രോളി ബാഗ് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു കൗതുകം കൂടിയുണ്ട്. തീർച്ചയായും അരുൺ, ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഇത് കൗതുകം എന്ന് പറയുകയും അല്ലായെങ്കിൽ ഒരുപക്ഷെ ഇതൊരു ട്രോളി ബാഗ് വെച്ച് ട്രോൾ ചെയ്താണോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. കാരണം ഇത് കൃത്യമായൊരു സർക്കാർ സംവിധാനമാണല്ലോ ഇത്തരത്തിൽ പുസ്തകങ്ങൾ നൽകുന്നത്. അതാണ് ഇനിയിപ്പോൾ ഈ U പ്രദീപ് MLA-ക്കും അല്ലെങ്കിൽ ഇതിനു മുമ്പും MLA-മാർക്കൊക്കെ ഇത്തരത്തിലാണോ, ഈ ട്രോളി ബാഗിൽ തന്നെയാണ് പുസ്തകങ്ങൾ നൽകാറുള്ളത് എന്നതൊക്കെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഉണ്ടാകാം അല്ലേ? തീർച്ചയായിട്ടും അത്തരം ബാഗിൽ തന്നെയാണ് നൽകുന്നത്. അത് ട്രോളി ബാഗ് ആണോ എന്ന കാര്യത്തിലേക്ക് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രദീപിനും ട്രോളി ബാഗിൽ തന്നെയാണ് നൽകിയതെന്നാണ് ഇപ്പോൾ നിയമസഭാ സെക്രട്ടറി വിശദീകരിക്കുന്നത്. ഏത് നിറമാണ് പ്രദീപ് നൽകിയ ബാഗിന്റേതെന്ന് കൂടി നമുക്ക് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇതിൽ ഒരു അസ്വാഭാവികത ഇല്ലെന്ന് നിയമസഭാ സെക്രട്ടറി പറയുമ്പോഴും അതിലൊരു വാർത്തയുണ്ട്, അതിൽ കൗതുകവുമുണ്ട്. മനഃപൂർവ്വമാണെങ്കിൽ എന്താണ് അതിന് പിന്നിലെ ഉദ്ദേശം? UDF പറയുന്നത് അവർക്ക് വിജയിക്കാനായതിന്റെ അല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷത്തിന്റെ പ്രധാന പങ്ക് വഹിച്ചത് ഈ നീല ട്രോളി ബാഗ് വിവാദമെന്നാണ്. ഇടതുമുന്നണി അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് അവർ തെളിയിക്കാൻ കഴിയാതെ പോകുന്നു. അത് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇടതുമുന്നണിക്ക് CPM-ന് തിരിച്ചടിയാകുന്നു. അതിനുശേഷം വലിയൊരു ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് ചെറിയ ഒരു പങ്കല്ല ഈ ട്രോളി ബാഗ് വിവാദം അതിന് വഹിച്ചതെന്ന വിമർശനം അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായം UDF കേന്ദ്രങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും ആ ട്രോളി ബാഗ് ചർച്ചയാക്കുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇന്നത്തെ നടപടിയാണ്. അതും യാദൃച്ഛികമെന്ന് അവർ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറുന്നു. രാഹുലിന്റെ പ്രതികരണം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. രാഹുൽ അടൂരിലാണുള്ളത്. അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട സത്യപ്രതിജ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരണം നൽകുകയാണ് അവിടെ അദ്ദേഹം നാട്ടിൽ. അതുകൊണ്ട് തന്നെ അവിടുന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായേക്കാം. ഏതായാലും ഇപ്പോൾ ഈ ട്രോളി ബാഗ് വിഷയം സ്പീക്കറുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ട്രോളി ബാഗിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പുസ്തകം നൽകിയത്. നീല ട്രോളി ബാഗ് തന്നെയാണ്. ആ നിറം തികച്ചും യാദൃച്ഛികമായ ഒരു നടപടിയായാണ് ഈ ഘട്ടത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് വിശദീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം ഇല്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി അല്ല, ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു പ്രവൃത്തിയല്ല, യാദൃച്ഛികമായി സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് MLA-ക്കും ഒപ്പം പ്രതിപക്ഷത്തിനുമൊക്കെ പറയാനുള്ളത് എന്നതുകൂടി നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം.